ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ പ്രചരണ വിഷയമാണോ? തീർച്ചയായിട്ടും അതല്ലോ. ശബരിമല ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന മുഖ്യ വിഷയം അല്ലെന്നാണ്. അദ്ദേഹം തന്നെയാണ് നേരത്തെ പറഞ്ഞത് ഒരു സുവർണ അവസരം വീണ് കിട്ടിയിരിക്കുകയാണ് ശബരിമല. അദ്ദേഹം ഇപ്പോൾ പറയുന്നു ശബരിമല ഒരു മുഖ്യ പ്രചരണ വിഷയമല്ല, മോദി വീണ്ടും വരണം എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന്. തീർച്ചയായിട്ടും അതല്ലോ. ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. ദേശീയ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുദ്രാവാക്യം ഒരു ദേശീയ തലത്തിൽ എന്തുണ്ടാകണം എന്നുള്ളതാണ്. ദേശീയ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ശരിയാണ്, മുഖ്യ വിഷയങ്ങളിൽ ഒന്നാണ്. മുഖ്യ വിഷയം ഒന്നല്ല, പല വിഷയങ്ങളും മുഖ്യ വിഷയം. ശബരിമലയുണ്ട്, തീർച്ചയായിട്ടും. ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ വിഷയമല്ല, അതൊരു ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ്, ആചാര സംരക്ഷണത്തിൻ്റെ വിഷയമാണ്. ഇന്നത് ശബരിമലയിലായിരിക്കാം, നാളെ അത് മലയാറ്റുപള്ളിയിലും വന്നുകൂടുന്നില്ല, ഭീമാപ്പള്ളി വന്നുകൂടുന്നില്ല, ഏത് ആരാധനാലയങ്ങളും ഉണ്ടാകാം. ഒരു മതേതര സർക്കാർ ഒരു മതസ്ഥാപനത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിലും ആചാരങ്ങളിലും ഇടപെടുന്നു എന്ന അപകടകരമായ ഒരു വസ്തുതയെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ വസ്തുതയാണ് എതിർക്കുന്നത്, ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ഒരു ക്ഷേത്രത്തിലെ ഒരു പ്രാദേശിക വിഷയമായിട്ട് ചുരുക്കേണ്ട കാര്യമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രതികരണം, അതായത് ഈ ശബരിമല വിഷയത്തിൽ ബി.ജെ.പിയോടൊപ്പം വളരെ സജീവമായി നിന്ന പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധി ശശികുമാര വർമ്മ ഇന്നലെ പറഞ്ഞു, ബി.ജെ.പിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഞങ്ങൾ ഇറങ്ങില്ല, കാരണം ബി.ജെ.പി. ഈ വിഷയത്തിൽ ആത്മാർത്ഥത കാണിച്ചില്ല. ഒരു ഓർഡിനൻസ് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് കൊണ്ടുവരാമായിരുന്നു. എന്ത് പറയുന്നു? അല്ല, ഓർഡിനൻസ് കൊണ്ടുവന്നതിനെ പറ്റി ആലോചിക്കാവുന്ന കാര്യമാണ്. അല്ല, അന്ന് ഇത്ര ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. അത് ആവല്ലോ. അല്ല, അത് പുതിയ ഗവൺമെന്റ്, അത് ആര് വന്നാലും. അല്ല, ഈ കേസ് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. റിവ്യൂ ഹർജി പരിഗണനയിരിക്കുകയാണ്. കോടതി വിധി എന്ത് വരട്ടെ, ആ കോടതിയിലും കേന്ദ്ര ഗവൺമെൻറ് അഭിപ്രായം പറയും. ആ കോടതി വിധി വന്നതിന് ശേഷം വിധി ഈ ഇവിടുത്തെ ഭക്തജനങ്ങൾക്കെതിരാണെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് സ്വീകരിക്കണം. NSS ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. കുറച്ചുകൂടി ഒരു ശുഷ്കാന്തി ബി.ജെ.പിയിൽ നിന്ന് ഇവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നിരിക്കാം. ഇല്ല, അദ്ദേഹം അങ്ങനെ പറയും, ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവർ പ്രവർത്തിക്കാറില്ല. പക്ഷേ ഈ സമരത്തിൽ വളരെയധികം ബി.ജെ.പി. ഒന്നും ചെയ്തില്ല എന്നൊന്നും അവർ ബി.ജെ.പി. അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നൊന്നും അദ്ദേഹം ബി.ജെ.പി. ആത്മാർത്ഥ കാട്ടിയില്ല എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനത് കണ്ടില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് ഇന്നേവരെ തോന്നിയിട്ടില്ല. ഞാനും അദ്ദേഹമൊക്കെ ആയിട്ട് വളരെയധികം അങ്ങേയറ്റത്തെ ഹൃദയബന്ധമുള്ളവരും വളരെ വർഷക്കാലമായിട്ട് അടുത്ത് പെരുമാറിയിട്ടുള്ളവരാണ്. ഇന്നേ വരെ അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം ഇക്കാര്യത്തിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റിന് എന്തോ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്നുള്ളൊരു തെറ്റിദ്ധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകാൻ ഇടയായിട്ടില്ല. അപ്പോൾ പറഞ്ഞത് തന്നെ തെറ്റിദ്ധാരണ എന്നാണ്. തെറ്റിദ്ധാരണയ്ക്ക് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? പാർട്ടി പ്രവർത്തകർക്കിടയിൽ പാർട്ടി പ്രസിഡന്റ് ഒരു അഭിപ്രായം പറയുന്നു, കെ സുരേന്ദ്രൻ വേറൊരു അഭിപ്രായം പറയുന്നു. പാർട്ടി പ്രവർത്തകർ അതിന് ആശയക്കുഴപ്പത്തിലായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ ഉപവാസവും സമരങ്ങളൊക്കെ നീണ്ടു നടത്തിയത്. കേരളം മുഴുവൻ യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. ആ വിഷയങ്ങൾ വളരെ ശക്തമായിട്ട് ഉന്നയിച്ചൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അങ്ങനെ അതിന് വ്യത്യസ്തമായോ വിരുദ്ധമായോ ഒരു അഭിപ്രായം